അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ നെക്സ്റ്റ് മൺഡേ ഹോട്ടൽ വൈറ്റ് സിറ്റി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വൺ മിസ്റ്റർ തോമസ് മാത്യു, റൂം നമ്പർ 105. 1 സെക്കൻഡ് സർ. സോറി സർ, തോമസ് മാത്യു എന്നൊരാളിവിടെ റൂം എടുത്തിട്ടില്ല. അവനാ ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു. ആന്റണി ആദിത്യവർമ്മ. ഗാവോ പിയോ മസ്സ കരോ. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന അത് അപകടമാ. എടുത്തു മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. ഞാനല്ലേ തെറ്റിയത്? അവരെന്നെ ശിക്ഷിച്ചോട്ടെ. അവരെന്തിനപ്പുറം അകത്തേക്ക് കയറി പോടാ. ഇനിയെങ്കിലും അപ്പം പറയണൊന്ന് കേക്കണ. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറുമാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞിട്ട് പോവാ. മാറ്റങ്ങളാ.
എവിടെയാടാ നിന്റെ മോൻ? വിളിക്കവനെ. അവനെ നീ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങള് പൊക്കും. ഏയ് വേണ്ട, നമ്മുടെ ആന്റണി ചേട്ടനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും 5 കാശ് പ്രതിഫലം വാങ്ങാതെ നാട്ടു റോഡിൽ വെച്ച് നല്ല നാടൻ പാട്ടും നാടൻ തല്ലും കാഴ്ചവെച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. കലാകാരന്മാരെ ബഹുമാനിക്കണ്ടേ? ആദിത്യനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇടപാട് നമ്മൾ തമ്മിലായിരുന്നല്ലോ. 4 ലക്ഷം രൂപ എന്നോട് വാങ്ങിയത് ആന്റണിയാ, അല്ലേ ആന്റണി? അതെ. കേട്ടോടാ, ആന്റണി സത്യസന്ധന. ആന്റണിയുടെ വാക്ക് വിശ്വസിച്ച് കാശ് കിട്ടാനുള്ളവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ പെട്ടെന്ന് തരാം. ആ എന്നാ പെട്ടെന്ന് തന്നേക്ക്, ഞങ്ങക്ക് പോകാൻ തിരക്കുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ. എനിക്ക് കുറച്ച് അവധി തരണം. അവധി തരാൻ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ആന്റണി. നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം. നിന്റെ ആനയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മാടമ്പാട്ട് തറവാട്ട് മുറ്റത്ത് നിൽക്കട്ടെ. എന്തേ അടങ്ങി നിക്കടാ. തടയാൻ വരരുത് ആന്റണി. തടയാൻ വന്നാ ഈ മുറ്റത്തിട്ട് എല്ലാത്തിനും വെട്ടിനുറുക്കി ചോര കൊണ്ട് എന്നെ കണക്കെഴുത്തള്ളും. വിളിക്കണം നമ്മുടെ ആന ഡ്രൈവറെ. ഞാനൊന്ന് പറയട്ടെ, ആന്റണിച്ചിന് എല്ലാത്തിനും ഒരു പരിഹാരം കാണും. നാട്ടുകാരെയൊക്കെ ആന്റണിച്ച പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ എനിക്ക് പറ്റിയേക്കും. പക്ഷെ അപ്പന്റെ മുന്നിൽ ഇനി വയ്യ. കാരണം ഇതുപോലൊരു മകനെ സ്നേഹിച്ചൊരപ്പൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ലക്ഷ്മിയെ, കരയണ്ട. ഇപ്പൊ അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്ന തന്നെയാ എന്തുകൊണ്ടും നല്ലത്. നീ കരഞ്ഞു വെറുതെ എന്നെ വിഷമിപ്പിക്കില്ലേ? ആന്റണി ചേട്ടനോട് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ചേട്ടനറിയാലോ, എന്റെ ഈ സ്ഥാപനത്തിലൂടെ ഞാൻ കാരണം പലർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്.
ഈ നാട്ടിൽ തന്നെ പലർക്കും ഡ്രൈവറെ ആവശ്യമുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചതാ. പക്ഷേ ആനണി ചേട്ടന്റെ പേര് പറഞ്ഞപ്പോ പലർക്കും താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ലക്ഷങ്ങളുടെ കടക്കാരനല്ലേ, ആ പേടി കൊണ്ടാ. നിന്നെ അതെ, ഇന്നത്തെ പത്രത്തില് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമല്ല, അങ്ങ് നഗരത്തിലാ. അവിടെ ആവുമ്പോ ആനണി ചേട്ടനെ ആർക്കും അറിയില്ലല്ലോ. താല്പര്യമുണ്ടോന്ന് മുട്ടി നോക്ക്. പോയാൽ ഒരു മുട്ട്, കിട്ടിയ ആനണി ചേട്ടന്റെ ലക്ക. മിന്നൂസ് ഗ്രൂപ്പ് ഒരു നെല്ലിക്കൽ സ്ഥാപനം കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ. ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രകളുടെ രാജവംശം അല്ല. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹമാണ്. സെക്ഷൻ ആയി പോയി ആ ഫയൽ ഒന്ന് എടുത്തുകൊണ്ടോ. കാക്കത്തമ്പുരാൻ നിന്റെ അപ്പൻ അസുഖാൽക്കാർ സ്നേഹം കൊണ്ടോ ഇങ്ങനെയും വിളിക്കും. ബൈ ദ ബൈ, ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. അതിലൊരാളാണ് ദാ വരുന്നത്.